അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ്ദിന്റെ അക്ഷരങ്ങളാണ്. മദ്ദിന്റെ അക്ഷരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അലിഫ്, യാ, വാവ്. ഈ അലിഫ് നമ്മൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് മദ്ദിന്റെ യായിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അലിഫ്, മദ്ദിൽ അലിഫ് എന്താണ്, അതെങ്ങനെയാണ്, അത് വായിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിന്റെ മുമ്പത്തെ വീഡിയോയിലും എല്ലാമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അത് പറഞ്ഞ് ഞാൻ ലെങ്തി ആക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാനായിട്ട് പോകുന്നത് മദ്ദിന്റെ യാ ആണ്. മദ്ദിന്റെ യാ എങ്ങനെയാണ് വായിക്കുന്നത് എന്നുള്ളതാണ്. മദ്ദിന്റെ യാ എന്ന് പറയുന്നത് നമുക്ക് നീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മദ്ദിന്റെ യായിനെ ഉപയോഗിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് എനിക്ക് ബാ കസർ ബി എന്നുള്ളതിനെ എനിക്ക് നീട്ടണം. അങ്ങനെ നീട്ടാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ബാ യാ കസർ ബി. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ യായിന് സുക്കൂൻ ഉണ്ടാകും എന്നുള്ളതാണ്. യായിന് എന്തുണ്ടാവും? സുക്കൂൻ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ നീട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നീട്ടാനായിട്ട് നമ്മൾ നീട്ട് ഫത്ഹിന്റെ പണം പഠിച്ചിട്ടുണ്ട്, നീട്ട് കസർ, നീട്ട് ഒമ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് മദ്ദിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലിയ ഡിഫറൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് മദ്ദിന്റെ പാഠം എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിപ്പോ ഒരു ജീമിന് കസർ കൊടുത്തു, ജി എന്ന് എനിക്ക് പറ്റുള്ളൂ. എനിക്ക് നീട്ടാനായിട്ട് പറ്റില്ല. എനിക്ക് നീട്ടണമെന്നുണ്ടെങ്കിൽ മദ്ദിന്റെ രീതിയിൽ എനിക്ക് നീട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നീട്ടാൻ സാധിക്കുകയുള്ളൂ. ജീമിന് കസർ കൊടുത്തതിന് ശേഷം സുക്കൂനുള്ള യാ വരണം. എന്തുള്ള യാ വരണം? സുക്കൂനുള്ള യാ വരണം. ഇതാണ് മദ്ദിന്റെ യാനെ തിരിച്ചറിയാനായിട്ടുള്ള ആകെ കൂടിയുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇത് പരിശുദ്ധമായ ഖുർആനിൽ ഇഷ്ടം പോലെയാണ്. ഒരു പേജിൽ തന്നെ ധാരാളമാണ് മദ്ദിന്റെ നിയമങ്ങൾ വരാറ്. അപ്പോൾ മദ്ദിന്റെ യാ ഇഷ്ടം പോലെ യാ നമുക്ക് ഖുർആനിൽ കാണാം. അതിൽ യുണീക്ക് ആയിട്ട് മദ്ദിന്റെ യാ ഏതാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ടിപ്പ് കൂടിയാണ് സുക്കൂനുള്ള യാന് മുൻപ് കസർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ മൂന്നക്ഷരത്തില് ഒരെണ്ണം കഴിഞ്ഞു. ഇത് നമ്മൾ നോക്കാനായിട്ട് പോവാണ്. അത് അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾക്കും സുക്കൂനുള്ള യാ വരുമ്പോൾ, മദ്ദിന്റെ യാ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദ് അൽ റുമാനി. അവർ തേടി ജഗമാകെ പടച്ച് വരച്ച് തുണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ ഗുണം പൂണ്ടാനേ. അറബി ഭാഷയിലെ 29 അക്ഷരങ്ങൾക്കും മദ്ദിന്റെ യാ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാൻ വേണ്ടി ടിപ്പും കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സുക്കൂനുള്ള യാന് മുൻപ് കെസർ വന്നാൽ അത് മദ്ദിന്റെ യാ ആണ്. അതാണ് അതിന്റെ അടയാളം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരലിഫിന്റെ അളവിൽ നീട്ടി ഉച്ചരിക്കണം. അപ്പൊ ഹിജ്ജ ചെയ്താണ് ഞാൻ വായിച്ചു തരാനായിട്ട് പോകുന്നത്. ഹംസ, യാ, കസ്ർ, ഈ. സുക്കൂനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയില്ല. അത് സുക്കൂന്റെ പാഠമൊക്കെ പഠിച്ചവർക്ക് മനസ്സിലാവും. സുക്കൂനെ നമ്മൾ ഹിജ്ജ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയില്ല. ഹംസ, യാ, കസ്ർ, ഈ. ബ, യാ, കസ്ർ, ബി. താഴത്തൊരു പുള്ളി കണ്ടോ? ബായിന്റെ ഒരു പുള്ളി കാണുന്നുണ്ടോ? താന്റെ 2 പുള്ളി മുകളില്, യാന് എവിടെയാണ് പുള്ളി? താഴത്താണ്. ത, യാ, കസർ, തീ. സ, യാ, കസർ, സീ. ജീം, യാ, കസർ, ജി. ആവശ്യമില്ലാതെ കൂടുതൽ നീട്ടാൻ പാടുണ്ടോ? ജി. ഒരലിഫാണ് നീട്ടാൻ പാടുള്ളൂ. ഒരേ ഒരു അലിഫേ നീട്ടാൻ പാടുള്ളൂ. ഓക്കെ. ഹ, യാ, കസർ, ഹീ. ഖ, യാ, കസർ, ഖീ. ദാൽ, യാ, കസർ, ദീ. ദാൽ, യാ, കസർ, ദീ. റ, യാ, കസർ, രീ. റായിന് കസർ വരുമ്പോൾ രി ആണ്. അരിയുടെ രി, അരി, രി. സ, യാ, കസർ, സീ. സീൻ, യാ, കസർ, സീ. ഷീൻ, യാ, കസർ, ഷീ. സ്വാദ്, യാ, കസർ, സീ. ളാദ്, യാ, കസർ, ലീ. ത്വാ, യാ, കസർ, ത്വീ. ള, യാ, കസർ, ലീ. ഐൻ, യാ, കസർ, ഈ. ഗൈൻ, യാ, കസർ, ഗീ. ഫ, യാ, കസർ, ഫീ. ഖാഫ്, യാ, കസർ, ഖീ. കാഫ്, യാ, കസർ, കീ. ലാം, യാ, കസർ, ലീ. മീം, യാ, കസർ, മീ. നൂൻ, യാ, കസർ, നീ. വാവ്, യാ, കസർ, വീ. ഹ, യാ, കസർ, ഹീ. ഹംസ,
യാ ഇവിടെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, സ്ഥലത്തിന്റെ ഒരു കുറവിന്റെ പേരിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഹംസ യാ കസർ ഈ, യാ യാ രണ്ടും യായാണ്, യാ യാ കസർ ഈ. ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴത്തുനിന്ന് മുകളിലോട്ട് വായിക്കാം, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 1 by 1 ആയിട്ട് വായിക്കാം, ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വായിക്കാം. പല മെത്തേഡ്സിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല് വർദ്ധിക്കും, നിങ്ങളുടെ കഴിവ് ഇമ്പ്രൂവ് ആവും. അത് ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. സംശയങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് പഠിക്കുക. ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആകെ എനിക്ക് ചെയ്തു തരേണ്ട ഒരേ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മദ്ദിന്റെ യാ കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കാനായിട്ട് പോകുന്നത്. ആ എപ്പിസോഡ് നിങ്ങൾ മിസ്സാക്കരുത്. ഈ പാഠം, ഈ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഖുർആനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഒരു കാരണവശാലും മിസ്സാക്കരുത്. അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.